നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കിരണേട്ട, അമ്മ അവിടെ ഇല്ല കിരണേട്ട. ഇല്ല ഇല്ല മോളെ, നമ്മുടെ ഭദ്രാമ്മയുടെ ഇല്ല. അമ്മ വേറെ എവിടെ പോയതാ. മോള് വാ, എവിടെ നിൽക്കണ്ട. ഏട്ടനുണ്ട് മോൾക്ക്. കിരൺ ഇടറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ശ്രീയും കാവ്യയും സങ്കടം സഹിക്കവയ്യാതെ കരഞ്ഞുപോയി. അപ്പോൾ ഒരു പകപ്പോടെ കുളത്തിലേക്ക് നോക്കി അവൾ അലമുറയിടുമ്പോൾ അതിനനുസരിച്ച് എന്ന പോലെ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. കിരണേട്ട, ഇവരോടൊക്കെ പോകാൻ പറ കിരണേട്ട. എന്തിനാ ഇവര് കുളത്തിലിറങ്ങുന്നത്? ഈ കുളത്തിൽ ആരും ഇറങ്ങാറില്ല കിരണേട്ട. അറിയോ, ഇവിടെ വലിയ പാമ്പൊക്കെ ഉണ്ട്. പോകാൻ പറ ഇവരോട്. അമ്മ! പ്രകൃതി പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുളത്തിലേക്ക് കണ്ണുനീർ വർഷിക്കുമ്പോൾ ആ കണ്ണുനീരേറ്റ് താമരപ്പൂക്കൾ കുളത്തിലേക്ക് മുഖം താഴ്ത്തി. കുളത്തിന്റെ ഇരുളമേറിയ ആഴങ്ങളിൽ തന്റെ പ്രിയപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് വിശ്രമം കൊണ്ട ഭദ്രയുടെ പ്രണയ നിമിഷം അന്ന് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടു. താമരവള്ളിപ്പടപ്പിൽ കുരുങ്ങിക്കിടന്ന ഭദ്രയുടെ ശരീരം 4 പുരുഷന്മാർ ചേർന്ന് ഉയർത്തിയെടുത്തു. വാടിത്തളർന്ന താമരമുട്ട് പോലെ അവളുടെ ഉടൽ വെള്ളത്തിലൂടെ വലിച്ചഴിച്ച് കുളത്തിലേക്ക് നീണ്ടുപോകുന്ന പാതയിൽ കിടത്തുമ്പോൾ നീലാംബരി ആ കാഴ്ചയിൽ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. തുളസിയുടെ നിലവിളി അവിടെ മാകെ ഉയർന്നു കേട്ടതും മായയിൽ ലാവണിയെ ഓടിപ്പിടഞ്ഞ് അവിടേക്ക് വന്ന് എത്തി നോക്കി നിന്നു. ശ്രീ ആദ്യമായി ഭദ്രയെ ഒരു നോക്ക് കണ്ടു. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയല്ല താൻ പ്രതീക്ഷിച്ചിരുന്നു. തന്റെ ഏട്ടന്റെ പാതയെ, പ്രാണനെ, പ്രണയത്തെ അത്രമേൽ അലിവോടെ ശ്രീ പാർവതി നോക്കുമ്പോൾ അവരുടെ ഹൃദയം കണ്ണുനീർ സമ്മാനിച്ചുകൊണ്ട് ആ കാഴ്ച മറച്ചു. വെറും ഒരു പാവണയ്ക്ക് തന്റെ അമ്മയുടെ ചേതനയേറ്റ ശരീരത്തെ ഉറ്റുനോക്കി നിലത്തിരിക്കുന്ന നീലാംബരിയെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു ജാൻ. അവന്റെ നെഞ്ചിലമർന്ന അവരുടെ ശിരസ് അവൻ വലതു കൈയാലെ പൊതിഞ്ഞു പിടിച്ചു. മുഖമുയർത്തി അവന്റെ കണ്ണുകളെ തുറിച്ചു നോക്കുന്നവളുടെ നോട്ടം നേരിടാൻ കഴിയാതെ ജാൻ കണ്ണുകൾ മുറുക്കെ അടച്ചു. പാവായിരുന്നു അമ്മ, പാവായിരുന്നു. വാക്കുകൾ കൊണ്ട് ഞാനൊന്ന് നോയിച്ചിട്ടുണ്ട് അമ്മേ. അമ്മയെ ഞാൻ ഇനിയൊന്നും പറയില്ല അമ്മ. നീലാംബരിയുടെ അമ്മയാ ഏറ്റവും നല്ല അമ്മ. നീലാംബരി ഇനി സംശയങ്ങൾ ചോദിക്കില്ല, കഥയും കേൾക്കില്ല. ഞാൻ വിളിച്ച അമ്മ തിരികെ വരൂ. ഞാനിവിടെ ഒറ്റയ്ക്ക അമ്മേ. അമ്മയില്ലെങ്കിൽ നീലാംബരി എല്ലാരും തല്ലോ അമ്മേ, പട്ടിണിക്കിടും. അമ്മ എന്നെ വിട്ടു പോവല്ലേ അമ്മ. നീലാംബരിയുടെ പുലമ്പലുകൾക്ക് ബദലായി ജാൻ അവളുടെ നെറ്റിയിൽ തന്റെ അധരങ്ങൾ അമർത്തി വെച്ചു. അപ്പോഴും അവന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ തറഞ്ഞു നിന്നിരുന്നു. അവന്റെ മാത്രമല്ല, അവിടെ കൂടിയ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചത് ഭദ്രയുടെ മരവിച്ച കൈകളിൽ മാറോട് അണച്ചു പിടിച്ച നിലയിൽ കാണപ്പെട്ട ഒരു തലയോട്ടിയായിരുന്നു. എസ്ഐയും സിഐയും അടക്കമുള്ളവർ ഞെട്ടിത്തരിച്ചു നിന്നു. അതിശീഘ്രം അവർ മുന്നോട്ട് കുതിച്ച സമയത്തിനൊപ്പം ഭദ്രയുടെ ശരീരവും അവരുടെ കയ്യിൽ കാണപ്പെട്ട തലയോട്ടിയും ചുരുളഴിയാത്ത സമസ്യയായി പോലീസിന് മുന്നിൽ നിറഞ്ഞാടുമ്പോൾ വിവരമറിഞ്ഞ് അവിടേക്ക് എത്തിയ ACP റയാനു മുമ്പിൽ മേനോൻ ഫാമിലി തങ്ങളുടെ സംശയം നിരത്തി. കുളത്തിന്റെ ആഴങ്ങൾ പരിശോധിക്കുമ്പോൾ കണ്ടിട്ടിയ അസ്ഥികൂടത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി പോലീസ് സങ്കടത്തോടെ പടിയിറങ്ങുമ്പോൾ മേലാറ്റൂർമാന പൂർണ്ണമായും ഒരു മരണവീടായി മാറിക്കഴിഞ്ഞിരുന്നു. ശശിധരൻ ദത്തിന് എറണാകുളത്ത് വെച്ച് ആക്സിഡന്റ് സംഭവിച്ചതായും ഇരുവരും മേനോൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള വിവരങ്ങൾ തറവാട്ടിൽ അറിയുമ്പോൾ കൽപ്പനയുടെ നിലവിളി ആ തറവാട്ടിൽ അലയടിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭദ്രയുടെ ശരീരം തറവാട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു മരണം കൂടി തറവാട് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. സരോജിനി അന്തർജനം ക്യാൻസർ ചികിത്സയിലിരിക്കാൻ മരണത്തെ പുൽകിയിരുന്നു. വെള്ളപുതച്ച ഭദ്രയുടെ ശരീരത്തിനു മുമ്പിൽ നിർവികാരയായി നീലാംബരി ഇരിക്കുന്ന കാഴ്ച ആർക്കും തന്നെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒരിക്കൽ കൂടിയൊന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി എല്ലാവരും. കാവ്യ നീലാംബരിക്ക് തുണയായി കൂടെ നിന്നു. ഭദ്രയുടെ കർമ്മകൾ മകന്റെ സ്ഥാനത്തു നിന്നും ചെയ്ത കിരണായിരുന്നു. പാലമര ചുവട്ടിനപ്പുറം ഭദ്രയ്ക്ക് ചിതയൊരുങ്ങുമ്പോൾ സരോജിനിക്കും തറവാടിന്റെ തെക്കുഭാഗത്തായി അന്ത്യവിശ്രമം കൊള്ളേണ്ടി വന്നു. ഒരേ സമയം സ്വന്തം ഭാര്യയുടെയും മകളുടെയും മരണം നേരിൽ കണ്ട ഭാർഗവൻ നായർ തളർന്നു കിടപ്പായി. കുളത്തിൽ നിന്നും കിട്ടിയ അസ്ഥി കൂടാവശിഷ്ടങ്ങൾ ആരുടേതാണെന്നറിയാനുള്ള ശ്രമങ്ങൾ ACP റയാന്റെ നേതൃത്വത്തിലുള്ള സംഘം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ലഭിച്ച അസ്ഥി കൂടെ നാഥുമേനോന്റെയാണെന്നുള്ള അവകാശവാദവുമായി മേനോൻ കുടുംബം മുന്നോട്ട് പോയി. അസ്ഥികളിലെയും പല്ലുകളിലെയും മൈറ്റോകോൺട്രിയൽ DNA ഉപയോഗിച്ച് മരിച്ച വ്യക്തിയുടെ പിൻഗാമികളുമായി ബന്ധം സ്ഥിരീകരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം നാഥുമേനോന്റെയാണ് കിട്ടിയ അസ്ഥികൂടം എന്ന ഉപസംഹാരത്തിൽ എത്തിച്ചേർന്നു ഫോറൻസിക് വിദഗ്ധരും പോലീസും. അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൂരമായ നരബലിക്കിരയായ നാഥുമേനോന്റെ കൊലപാതകി മേൽമംഗലം അനിരുദ്ധം വലിയ നമ്പൂതിരിയാണെന്നും അയാൾ ചെയ്തിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും കോടതി ഉത്തരവിട്ടു. മൊഴി രേഖപ്പെടുത്തിയത് ശശിധരനിൽ നിന്നും ദത്തിൽ നിന്നുമായിരുന്നു. മേൽമംഗലം മന മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. വാർത്തകളിൽ സ്ഥാനം പിടിച്ചതോടെ അയാൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ മറന്നീക്കി പുറത്തുവരാൻ തുടങ്ങി. കൈകാലുകൾ നഷ്ടപ്പെട്ട് കാഴ്ചയോ സംസാരശേഷിയോ ഇല്ലാതെ ജീവശവമായി മേൽമംഗലം മനയിൽ കാണപ്പെട്ട അനിരുദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഹോസ്പിറ്റൽ വാർഡിൽ കുറ്റവാളിയെന്ന് മുദ്ര കുത്തപ്പെട്ട് മതിയായ പരിചരണം ലഭിക്കാതെ പുഴുവരിച്ച് നരകിച്ചു അയാൾ. ദത്തിന്റെ ഫോണിൽ ശശിധരനെ കൊണ്ട് ജാൻ ഷൂട്ട് ചെയ്യിപ്പിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി.
മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട കാർഗേയൻ സ്വന്തം പിതാവിനെ അതിക്രൂരമായി കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള ദത്തിന്റെയും ശശിധന്റെയും സാക്ഷിമൊഴിയിൽ കൊടും കുറ്റവാളി കാർഗേയനെതിരെ ജില്ലാ മജിസ്ട്രേറ്റ് ഷൂട്ട് ആറ്റ് സൈറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. തൽഫലമായി കാർഗേയൻ ഒളിവിൽ പോകുമ്പോൾ ജാന്റെ പിടിയിലായാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായ ആദിത്യനും മുകുന്ദനും അയാൾക്കൊപ്പം കൂടെ കൂടി. 1 മാസത്തോളം നീണ്ടുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ നാഥുമേനോന്റെ ശേഷിപ്പുകൾ മേനോൻ കുടുംബത്തിന് വിട്ടുകിട്ടി. നാദിന്റെയും ഭദ്രയുടെയും അനശ്വര പ്രണയം സഫലീകരിക്കാനെന്ന വണ്ണം തർക്കമൊന്നും കൂടാതെ മേനോൻ കുടുംബം ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരുന്നു. മേലാറ്റൂർ മനയിൽ ഭദ്രയുടെ കുഴിമാടത്തിനരികിലായി നാഥുമേനോൻ അന്ത്യവിശ്രമം ഒരുക്കുമ്പോൾ നാദിന്റെയും ഭദ്രയുടെയും പ്രണയം പാലമരച്ചോട്ടിൽ ഒരിക്കൽ കൂടി തളിരണിഞ്ഞത് ആരും അറിഞ്ഞില്ല. അവരുടെ പ്രണയം ഇന്നും മറ്റുള്ളവർക്ക് അന്യമായിരുന്നു. അവരുടെ പ്രണയം എവിടെയും രേഖപ്പെടുത്താതെ പോയ, ആരാലും അറിയപ്പെടാതെ പോയ അവരുടെ മാത്രം സ്വകാര്യതയായിരുന്നു. 2 മാസങ്ങൾ പിന്നിടുമ്പോഴും മേനോൻ കുടുംബം നീലാംബരിക്കൊപ്പം തറവാട്ടിൽ തന്നെയാണ്. കനകത്തിന്റെ മാനസികാരോഗ്യം കണക്കിലെടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി അവരെ കൊണ്ടുപോയത് നേരെ മാൻഷനിലേക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ശിവനാഥും ശ്രീയും കനകത്തെ കാണാൻ മാൻഷനിലേക്ക് പോകുമ്പോഴത്രയും തറവാട്ടിലേക്ക് വന്ന് നീലാംബരിയെ നോക്കി കാണാൻ കനകം വാശി പിടിച്ചുകൊണ്ടിരുന്നു. ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം കൊണ്ടുപോകാമെന്ന് എല്ലാവർക്കും ഉറപ്പ് നൽകി. ശ്രീയുടെ അഭാവത്തിൽ കനകത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന് ജയേന്ദ്രനും നിർമ്മലയുമായിരുന്നു. നില അവളുടെ കണ്ണുനീണ്ട നനവ് നെഞ്ചിൽ പടർന്നതറിയെ ജാൻ അവളുടെ കാതോരൻ ചുണ്ടുകൾ ചേർത്ത് ആർദ്രമായി വിളിച്ചു. പതിയൊന്ന് മൂളുക മാത്രമേ അവൾ ചെയ്തുള്ളൂ. 2 മാസമായി മറ്റെങ്ങും പോവാതെ അവൾക്കൊപ്പം തറവാട്ടിൽ തന്നെയാണ് ജാൻ. വേണ്ട രീതിയിൽ ഭക്ഷണം പോലും കഴിക്കാത്തവൾക്ക് താങ്ങും തണലുമായി അവൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ, അന്ന് പറയാന്ന് പറഞ്ഞ ആ കഥ പറയും. അവന് നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. പറയാം, പക്ഷെ നീ എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്ത് തരണം. അവൻ പറയുമ്പോൾ മുഖമുയർത്തി ആ കണ്ണുകളിലേക്ക് എന്തായെന്നർത്ഥത്തിൽ അവളൊന്ന് നോക്കി. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്കെന്റെ പഴയ നിലാവിനെ തിരികെ തരുമെന്ന് നീ എനിക്ക് വാക്ക് തരണമെന്നില്ല. പറ, പ്രോമിസ് ചെയ്യോ? അതിനെ അവളൊന്ന് മോളി. നഗ്നമായ തന്റെ ഇടനെഞ്ചിലിരുന്ന് അവിടെ വലത് കൈ നിവർത്തിയെടുത്ത് കൈവെള്ളയിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ തുറന്നു കിടന്ന ജനലിലൂടെ പുറത്തേക്ക് നോക്കി. നാഥുമേനോൻ മേലാറ്റൂർ മലയിൽ വന്ന മുതലുള്ള കാര്യങ്ങൾ അത്രയും ഒരു കഥ പോലെ ജാൻ നീലാംബരിക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണവളെ ഇരുകയ്യാലെ ചുറ്റിപ്പിടിച്ചവൻ നിർത്താതെ അവരുടെ നെറുകയിൽ ചുണ്ടുകൾ തൊട്ടുവെച്ചുകൊണ്ടിരുന്നവൻ. നില, അങ്കിൾ പറഞ്ഞു പഠിപ്പിച്ച പ്രണയം എനിക്ക് നിന്നോട് ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരിക്കലും ഞാൻ കരുതിയില്ല. നിന്റെയും എന്റെയും പ്രണയം എഴുതപ്പെട്ട പ്രണയമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. നില, എനിക്കെന്റെ പഴയ നിലാവിനെ വേണം. കഴിഞ്ഞു പോയതൊക്കെ മറക്കാനില്ല. കഴിയുന്നില്ല ഉണ്ണിയേട്ട. ഈ തറവാടിന്റെ ഓരോ കോണിലും മോളെ എന്ന് വിളിച്ചെടുക്കുന്ന അമ്മയുടെ ഓർമ്മകളിൽ നിന്നും നീലാംബരിക്ക് മുക്തി കിട്ടുമെന്ന് തോന്നുന്നില്ല. ഉണ്ണിയേട്ടൻ പറഞ്ഞു തന്ന ഈ കഥ അമ്മയുടെ നാവിന്ന് കേൾക്കാൻ ഞാൻ എൻ്റെ അമ്മയെ വാക്കുകൾ കൊണ്ട് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ടീച്ചറമ്മയും തുളസിയല്ല എൻ്റെ അമ്മയോട് ഈ വിധം പാപങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതാവല്ലേ എന്നിൽ നിന്നെല്ലാവരും ഒളിപ്പിച്ചു വെച്ച്. തുളസിയോട് പ്രതികാരം വേണ്ട ഉണ്ണിയേട്ട. അമ്മയെ ഞാനും അവരെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുപോയി. ദൈവം അവരെ നേരത്തെ തന്നെ ശിക്ഷിച്ച. അവർക്ക് അവരുടെ പ്രണയം നഷ്ടമായി. കുടുംബമോ കുട്ടികളോ ഇല്ലാതെ ഈ തറവാട്ടിലുള്ള ബാക്കിയുള്ളവരുടെ ആട്ടും തുപ്പും സഹിച്ച് അടുക്കളയിൽ കഴിഞ്ഞുകൂടുക എന്നൊരു ശിക്ഷ തന്നെയാണ്. ടീച്ചറമ്മയും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ടീച്ചറമ്മയ്ക്ക് ദൈവം വീണ്ടും ശിക്ഷ കൊടുത്തു. നീലാംബരി ഓരോ ഓർമ്മയിൽ വീണ്ടും തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. നില, നിന്റെ ഈ അവസ്ഥ കണ്ട ഭദ്രാമയെങ്കിലും ദുഃഖിക മാത്രമേ ചെയ്യുള്ളൂ. മരണശേഷമെങ്കിലും അവർ സന്തോഷത്തോടെ പരസ്പരം പ്രണയിക്കുന്നുണ്ടെങ്കിൽ നീ സന്തോഷിക്കുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. നില, നമുക്കൊരു യാത്ര പോവാം. പോയി വരുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ പഴയ നിലാവാക്കി മാറ്റിയിരിക്കും. അത് ഈ ഉണ്ണിയായിട്ട് നിനക്ക് തരുന്ന വാക്കാ. നാളെ എനിക്ക് എറണാകുളം വരെ പോകണം. പോയിട്ട് പെട്ടെന്ന് വരാം. ഒരു യാത്ര പോ, റെഡി ആയിട്ടിരിക്കണം. ഇരിക്കോ? കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ മൂളിയതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് കിടന്നു. ഉണ്ണിയേട്ടാ, എനിക്കൊരു പാട്ട് പാടി തരൂ. അവനൊന്ന് പുഞ്ചിരിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൻ ആർദ്രമായി പാടി. ആ രാത്രി അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. നാദിന്റെയും ഭദ്രയുടെയും കുഴിമാടത്തിന് മുമ്പിലിരുന്ന് പൊട്ടിക്കരയുന്ന കനകത്തെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ വിഷമിച്ച് ജയചന്ദ്രൻ അതേ ഏതാണ്ട് അവരുടെ അവസ്ഥയിലൂടെ തന്നെ കടന്നുപോവുകയായിരുന്നു. സ്നേഹനിധിയായ ഒരു മകനെയാണ് അവർക്ക് നഷ്ടമായത്. തങ്ങളിൽ ഒന്നിനെ തൊട്ടാൽ തൊട്ടവനെ മുച്ചൂട് മുടിക്കാൻ പ്രാപ്തിയുള്ള കുടുംബമായിരുന്നു മേനോൻ കുടുംബം. എന്നിട്ടുകൂടി സാഹചര്യം നാഥിനെ തുണക്കാതെ പോയി. സ്വയം അയാൾ മരണം തിരഞ്ഞെടുത്തു. യാത്ര ചെയ്യാനുള്ള കനകത്തിന്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് 1 മാസം കൂടി കഴിഞ്ഞ ശേഷമാണ് അവരെ മേലാറ്റൂർ മനയിലേക്ക് കൊണ്ടുവന്നത്. ജയേന്ദ്രനും ശിവനാഥും കിരണും കാവ്യയും കനകവും എല്ലാം കുറച്ചു ദിവസത്തേക്ക് നീലാംബരിയുടെ തറവാട്ടിൽ കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓളെ നീലാംബരി, കനകത്തിന്റെ ഇടറിയ സ്വരം കാതിൽ പതിഞ്ഞു. അത്രയും സമയം കട്ടിൽ കിടന്ന് മിഴിനീർ വാർത്തവൾ ചാടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു.
അപമാനഭാരവും പേറി സർവ്വതം നഷ്ടമായവളെ പോലെ അവൾ ആർക്കുമ്പിൽ മുഖം കുനിച്ച് നിന്നു. ശിവനാഥിന്റെ പിടിവിട്ടുകൊണ്ട് കനകം പതിയെ നടന്ന് നീലാംബരിക്ക് മുമ്പിൽ വന്ന് നിന്നു. മോളെ, എൻ്റെ മോളെ, എൻ്റെ മോൻ്റെ ചോരയാണോ നീ? ഈ ഗ്രാൻമയോട് മോൾക്കെങ്കിലും എല്ലാം ഒന്നും പറയായിരുന്നില്ലേ? അവർ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞോട് നീലാംബരി അവിടെ കാൽക്കൽ വീണു. എന്നോട് പൊറുക്ക് ഗ്രാൻമ, പറയാനുള്ളതായിരുന്നു. ഞാൻ സ്വാർത്ഥയാ. എൻ്റെ ജീവിതം മാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ. എല്ലാവരും ഞാൻ ഉണ്ണിയേട്ടനടക്കം എല്ലാവരും എന്നെ വെറുക്കുന്നു. ഞാൻ ഭയന്നു. ഓട്ടെ മോളെ, കരയില്ലേ? നിനക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും എല്ലാം അറിയായിരുന്നല്ലോ. ഇനിയും ആരുടെയും ജീവൻ നഷ്ടാവാതിരിക്കാൻ വേണ്ടിയാ അവരും എല്ലാം മറച്ചു വെച്ചത്. കരയല്ലേ? കരഞ്ഞ് അസുഖം വരുത്തി വെക്കണ്ട. മരിച്ചുപോയവരാരും ഇനി തിരികെ വരില്ല. നീലാംബരിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്ന കനകത്തെ കണ്ടുകൊണ്ട് തന്റെ കണ്ണുകൾ അമർത്തി തുടച്ച് ശിവനാഥ് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, ആരായി പറയുന്നത്? അറ്റാക്ക് വന്ന് വീണ് 2 ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞ് നിൽക്കുന്ന ആളാ നീലാംബരി മോൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത്. കൊള്ള. ശോകമുഖമായ അന്തരീക്ഷത്തിന് മയം വരാനെന്ന പോലെ ഒരു ചിരിയോട് അദ്ദേഹം പറഞ്ഞു. അതേടാ, കനക സ്ട്രോങ്ങാ. എത്ര വീണാലും ഇതുപോലെ എഴുന്നേറ്റ് വരും. എന്റെ മോൻ എന്നെ വിട്ടു പോയെങ്കിലേ തങ്കക്കുണം പോലൊരു മകളെ തന്നിട്ടാവും പോയത്. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. എനിക്ക് ഈ ഉള്ളവള് മാത്രം മതി. നീ പോടാ. ശിവനാഥിനെ നോക്കി അതും പറഞ്ഞ് കനക നീലാംബരിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ഉണ്ണിക്കുട്ട, ശ്രീനേട്ടനെ ഓർത്ത് നമുക്ക് ആദ്യോട് ക്ഷമിക്കാടാ. മാത്രമല്ല, അന്നത്തെ അവന്റെ പ്രായം അതായിരുന്നല്ലോ. മകനെ രക്ഷിക്കാൻ വേണ്ടി കൂടിയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രീനേട്ടൻ പണ്ടേ ചെയ്തതല്ലേ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഞാൻ തലയിരിച്ച് സ്ത്രീയെ നോക്കി. മമ്മ, ആദിത്യനും കാലികനും വെറുതെ ഇരിക്കുന്ന മമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? 2 മാസമായിട്ട് അമ്മമാരെ ഒളിവില്ല. കാലി ഗവൺമെന്റ് പ്രോപ്പർട്ടിയാ, പക്ഷെ ആദിത്യൻ അവൻ നമുക്കുള്ളതാ. ശ്രീനിവാസനെങ്കിലും ഓരോന്ന് ചെയ്തതിന് അയാൾ ഒരു തരത്തിലും കേസിലും കൊടുക്കാൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ആദിത്യൻ, അവൻ എനിക്ക് ഇനിയും കാണേണ്ടി വരും. കരുതി തന്നെ ഓരോ ചൂടും മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ കരുതൽ കുറച്ച് പിഴച്ചാലേ അവൻ മുമ്പിൽ എത്തുകയുള്ളൂ. ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവാതെ സ്ത്രീ ഉറ്റുനോക്കിയിരുന്നു. അപ്പൊ ആ മുകുന്ദനോടാ? മുകുന്ദൻ, ആ ബീരുവിനെ ഞാൻ എന്ന് എഴുതി കളഞ്ഞ അമ്മ. വരട്ടെ, നോക്കാം. അപ്പോഴേക്കും അവർ മേനോൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മമ്മ, കഴിഞ്ഞ ശേഷം വിളിച്ചാൽ മതി, ഞാൻ പാർക്കിങ്ങിലുണ്ടാവും. ജാനെ നോക്കി സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു. ഇനിവരുടെ മുഖത്ത് വിരിഞ്ഞ നിഗൂഢമായൊരു ഭാവമായിരുന്നു. എന്താ ശശിധര, സുഖാണോ? ഓ സോറി, കാലുകൾ നഷ്ടമായ നിങ്ങൾക്ക് എന്ത് സുഖമല്ലേ? എങ്കിലും ഒരാളെ കാണുമ്പോൾ എങ്ങനെയാ സുഖാണെന്ന് ചോദിക്കാതിരിക്കുക? ശശിധരനെയും ദത്തനെയും കിടത്തിരിക്കുന്ന റൂമിലേക്ക് കയറി വന്ന് ശശിധരനെ നോക്കി സ്ത്രീ ചോദിച്ചു. മുട്ടിന് താഴെയായി കാലുകൾ മുറിച്ചു മാറ്റിയ ഭാഗം വെളുത്ത കോട്ടൺ കൊണ്ട് ചുറ്റിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു ശശിധരനും ദത്തനും. ശ്രീ പാർവതിയെ കണ്ടതും 2 മാസം മുമ്പ് ജാൻ പറഞ്ഞിരുവർക്ക് ഓർമ്മ വന്നു. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇനി എന്തൊക്കെയോ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന തിരിച്ചറിവിൽ ഇരുവരും ഭയത്തോടെ വിറക്കാൻ തുടങ്ങി. മേഡം, ഞങ്ങളൊന്നും ചെയ്യരുത്. എനിക്കെന്റെ വീട്ടിൽ പോകണം. എനിക്ക് എല്ലാവരെയും കാണണം. ഞാൻ ചെയ്ത തെറ്റിയുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നു, അല്ല മേഡത്തിന്റെ മോൻ തന്നു. എന്റെ കാലുകൾ എനിക്ക് നഷ്ടമായി. ദയവേത് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശശിധരൻ കരഞ്ഞുകൊണ്ട് 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് തൊഴുതു. അതിനെന്താ, പോവാനോ? നിങ്ങളെ സുരക്ഷിതമായിട്ട് മേലാറ്റുമനയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ വന്നത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ അണിയൻ ദത്തനെയും. നിങ്ങളുടെ അവസ്ഥ അവിടെയുള്ളവരും കാണണം. കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അല്ലേ? നിങ്ങൾ ഒരിക്കൽ പോലും സ്നേഹിച്ചില്ലാത്ത നിങ്ങളുടെ പെങ്ങൾ ഭദ്ര, അവൾ നിങ്ങളെ വിട്ടുപോയി. അവളിപ്പോൾ അവളുടെ ലോകത്തിൽ എൻ്റെ ഏട്ടനൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ നഷ്ടമായ കാലുകൾ, അരക്ക് കീഴ്പോട്ട് ചലിക്കാൻ കഴിയാതെ എന്നേക്കുമായിട്ട് പെട്ടിക്കിടക്കാൻ പോകുന്ന നിങ്ങളുടെ കാലുകൾ എന്തിനാ മുറിച്ചു മാറ്റിയെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ പറയുക ചുമ്മാ ഒരു രസമെന്ന്. ചെക്കൻ്റെ ഓരോരോ കുസൃതികളെ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, പകരം കയ്യോ കണ്ണോ നാവോ കേൾവി എടുക്കാൻ പാടില്ലായിരുന്നോ എന്ന്. അപ്പം അവൻ പറയുകയാണേ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ത്രില്ലുള്ളൂ എന്ന്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഇഞ്ചക്ഷൻ അങ്ങ് തരാം. കുറേ കഴിയുമ്പോൾ നിങ്ങൾ നല്ലപോലെ ഉറങ്ങും. ഉണരുമ്പോൾ ഈ വേദനയൊന്നും നിങ്ങൾ അറിയില്ല. ഒപ്പം ബ്ലാ ബ്ലാന്ന് സംസാരിക്കുന്ന നിങ്ങൾ ഈ നാവും തളർന്നു പോകും. പേടിക്കണ്ട, ഭക്ഷണം കഴിക്കാനും കേൾക്കാനും കാണാനൊക്കെ പറ്റും. എന്താ പോരെ? ശശിധരനോട് സ്ത്രീ പറയുമ്പോൾ അടുത്ത വീട്ടിൽ കിടന്ന് ദത്തൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എന്നെ വെറുതെ വിടണേ മേഡം, ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. ദത്തൻ സ്ത്രീയെ നോക്കി കരയാൻ തുടങ്ങി. ഓ, ബുദ്ധിമുട്ടാണ് മിസ്റ്റർ ദത്തൻ. കാല് പിടിക്കാൻ നിങ്ങളുടെ കയ്യനങ്ങിയിട്ട് വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചയും കേൾവി ഞാൻ തിരികെ തരും. ഉണ്ണിക്കുട്ടൻ പറഞ്ഞ പോലെ കാഴ്ചയും കേൾവി നഷ്ടമായി നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്നൊന്നും കാണാനോ കേൾക്കാനോ നിങ്ങൾ കഴിയാതെ വരും. അയ്യോ, അത് പാടില്ല. അഭിഷേക്, ഇവർക്കുള്ള റെഡിയാണോ? യാ സോറി, യെസ് മാഡം. എന്താ അഭിഷേക് നീ ചിരിക്കുന്നത്? കൈയും കെട്ടിന്ന് ചിരിയടക്കാൻ പാടുവിടുന്ന അഭിഷേകിനെ നോക്കി സ്ത്രീ ചോദിച്ചു. ഏയ്, നമ്മുടെ പാവം ഡോക്ടർ ശ്രീ പാർവതി മാഡത്തെ ഇങ്ങനെ കാണാനിടയായത് ഓർത്ത് ചിരിച്ചു പോയതാ. അഭിഷേക് കളിയാക്കേണ്ട, ഞാനും എൻ്റെ മക്കളും ആരെയും കൊല്ലില്ല. സത്യ അല്ലേ? പിന്നെ ശരിയാ, പക്ഷെ നമ്മുടെ ശോഭന ടീച്ചർ കുറച്ച് ക്രിട്ടിക്കലാ. ഏത് നിമിഷം എന്തും സംഭവിക്കാം. ഓ ആണോ? ഓക്കെ, എന്താ ചെയ്യുക അഭിഷേക്? പാവം,
എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഒരു കാര്യം ചെയ്യാം, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് ആ പ്രേമസ്ഥാനം കൂടി അവരുടെ കൂടെ വിട്ടേക്ക്. ബാക്കി ജീവിതം നരകത്തിൽ പോയി ആസ്വദിക്കട്ടെ, അല്ലേ ശശിധരൻ? ശശിധരൻ ശ്രീ പാർവതിയെ ഭയത്തോടെ നോക്കി. അഭിഷേക് കൊണ്ടുവന്ന മെഡിസിൻ ശ്രീ ശശിധരന്റെയും തത്തന്റെയും ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ മുന്നിൽ യമനെ കണ്ട പോലെ വെപ്രാളമായിരുന്നു ഇരുവരിലും. നാവ് കുഴയുമ്പോഴും തത്തൻ അപേക്ഷിച്ചത് എന്നെ ഒന്ന് കൊന്നു തരാമോ എന്നായിരുന്നു. അത് കേട്ട് ശ്രീ പാർവതി സംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. ഏട്ടാ, എൻ്റെ ഏട്ടന് വേണ്ടി പെങ്ങൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥം ഇല്ലാണ്ടാവും. കണ്ണുകൾ അമർത്തി തുടച്ച് ശ്രീ നേരെ പോയത് ശോഭന ടീച്ചറെ അടുത്തേക്കാണ്. മെഷീനുകളുടെ പ്രവർത്തനത്തിൽ മാത്രം ജീവിക്കുന്ന അവരുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ച് കുനിഞ്ഞൊന്ന് ശ്രീ പാർവതി. ശോഭനെ, നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ച. ഇനിയും എനിക്കതിന് കഴിയും. പക്ഷെ ഞാൻ രക്ഷിക്കില്ല, ജീവൻ എടുക്കുകയില്ല. നിങ്ങൾ ചെയ്ത തെറ്റുകളുടെ ശിക്ഷ തന്നെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ എപ്പോഴോ നിങ്ങൾ എൻ്റെ നീലാംബരി മോൾക്കൊരു താങ്ങായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കാതിന് കാരണം എന്താണെന്നറിയോ? എൻ്റെ കിരൺ ആരാണെന്ന് ശരിക്കറിയാവുന്ന രണ്ടുപേരിൽ ഒരാൾ നിങ്ങളാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ കണ്ണിൽ അവൻ നാദുമേനോൻ്റെ അവീത സന്ധി തന്നെയാണ്. ശരിയാ, അങ്ങനെ തന്നെയാ. അവനെ എൻ്റെ ഏട്ടൻ നാദുമേനോൻ്റെ ചോരയാ. അതല്ലാന്നറിയുന്ന ആരും നാവ് ചലിപ്പിക്കാൻ കൂടി പാടില്ല. ഒരു കാര്യം കൂടി പറയേണ്ടെന്ന് കരുതിയതാ. കാവ്യ, അവൾ നിങ്ങളുടെ ഭർത്താവ് പ്രേമന്റെ പവിത്രന്റെ മോളാ. കല്യാണിയുടെയും പവിത്രന്റെയും മകൾ, എൻ്റെ കിരണിന്റെ ഭാര്യ, നീലാംബരിയുടെ പ്രിയ കൂട്ടുകാരി. വിധിയുടെ വിളയാട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ തന്നെയാ വിധിയുടെ വിളയാട്ടം. ഈ അവസ്ഥയിൽ നിങ്ങൾ തുടർന്ന നാളെ നേരം പുലരുമ്പോൾ നിങ്ങൾ ജീവനോടെ കാണില്ല. ഭാഗ്യം തുണച്ചാൽ ഇനിയും കാണാം. എല്ലാം കേട്ട ശേഷം ശോഭന ടീച്ചറുടെ കണ്ണുകൾ പിടയുന്ന അല്പനേരം നോക്കി നിന്നു ശ്രീ പാർവതി. ശേഷം പുറത്തായി അഭിഷേകിനോടായി പറഞ്ഞു. അഭിഷേക്, ശോഭന ശരീരം തുറന്നുപോയ അവസ്ഥയിലാണുള്ളത്. ജീവൻ നിലനിർത്താൻ വേണ്ടൊക്കെ ചെയ്യണം. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ്. ഡോക്ടറുടെ മനസ്സും അറിയില്ലോ. അപ്പോൾ പ്രേമനോ? അഭിഷേക് തെല്ലൊരു സംശയത്തോടെ ചോദിച്ചു. അങ്ങനെ കിടന്ന് അനുഭവിക്കട്ടെ അഭിഷേക്. ഡോക്ടർ ശ്രീ പാർവതി ആരുടെയും ജീവൻ എടുക്കില്ല, എടുത്തിട്ടില്ല, എടുക്കുകയില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.